ഞാനീ പിടിച്ച് നിൽക്കുന്ന സാധനങ്ങൾ എന്താണെന്നാണോ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇത് ഞാൻ എൻ്റെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഹെൽത്ത് മിക്സ് പൗഡറിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇതിനകത്ത് രാഗി, നവര, പനങ്കൽക്കണ്ടം, ബാജ്ര, ചോളം, കമ്പം, ചെറുപയർ, സാബുദാന, പൊട്ടുകടല, കടല, ഫ്ലാക്സീഡ്, മുതിര, എള്ള്, ചെറിയ ക്വാണ്ടിറ്റിയിൽ നട്ട്സും വരുന്നുണ്ട് കേട്ടോ. ഐസു ബേബിക്ക് ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് കേട്ടോ. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ പൊടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഐറ്റംസ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊടിക്കുന്നത്. ഞാനെല്ലാം മിക്സ് ചെയ്തിട്ടതുകൊണ്ട് എനിക്ക് ഓരോന്ന് റോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് തന്നെയാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ബ്രൗൺ കളർ ആവണ്ട കേട്ടോ റോസ്റ്റ് ചെയ്തിട്ട്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു നോർമൽ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതുപോലെ നമ്മൾ ചോളം റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ചൂടാവരുത് കേട്ടോ, ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോളമൊക്കെ ജസ്റ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളിതിൽ പനങ്കൽക്കണ്ടം ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചതെല്ലാം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ പരത്തി വെക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലായിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുമ്പോൾ പാലിലോ അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിലോ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനീ പിടിച്ച് നിൽക്കുന്ന സാധനങ്ങൾ എന്താണെന്നാണോ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇത് ഞാൻ എൻ്റെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഹെൽത്ത് മിക്സ് പൗഡറിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇതിനകത്ത് രാഗി, നവര, പനങ്കൽക്കണ്ടം, ബാജ്ര, ചോളം, കമ്പം, ചെറുപയർ, സാബുദാന, പൊട്ടുകടല, കടല, ഫ്ലാക്സീഡ്, മുതിര, എള്ള്, ചെറിയ ക്വാണ്ടിറ്റിയിൽ നട്ട്സും വരുന്നുണ്ട് കേട്ടോ. ഐസു ബേബിക്ക് ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് കേട്ടോ. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ പൊടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഐറ്റംസ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊടിക്കുന്നത്. ഞാനെല്ലാം മിക്സ് ചെയ്തിട്ടതുകൊണ്ട് എനിക്ക് ഓരോന്ന് റോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് തന്നെയാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ബ്രൗൺ കളർ ആവണ്ട കേട്ടോ റോസ്റ്റ് ചെയ്തിട്ട്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു നോർമൽ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതുപോലെ നമ്മൾ ചോളം റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ചൂടാവരുത് കേട്ടോ, ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോളമൊക്കെ ജസ്റ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളിതിൽ പനങ്കൽക്കണ്ടം ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചതെല്ലാം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ പരത്തി വെക്കുക കേട്ടോ. ചൂടാറിയതിന്